പ്രിയ സുഹൃത്തുക്കളെ, CIT-യിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ DRUവിന്റെ 35ാം സോണൽ സമ്മേളനം ഈ മാസം 8-9 തീയതികളിൽ ചെന്നൈ പെരമ്പൂർ ICF ഹാളിൽ വെച്ച് നടക്കുകയാണ്. 8-ാം തീയതി രാവിലെ പെരമ്പൂരിൽ നടക്കുന്ന പ്രകടനത്തോടു കൂടിയാണ് സമ്മേളനം തുടങ്ങുന്നത്. തുടർന്ന് 10 മണിക്ക് പതാക ഉയർത്തിയതിനു ശേഷം 10:30 CIT-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് K. ഹേമലത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഉദ്ഘാടന സമ്മേളനത്തിലും റാലിയിലും ദക്ഷിണ റെയിൽവേയിലെ പരമാവധി തൊഴിലാളി സുഹൃത്തുക്കൾ പങ്കെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. റെയിൽവേയുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും റെയിൽവേയുടെ പ്രവർത്തന ചെലവ് മുഴുവനായും റെയിൽവേയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടും റെയിൽവേയുടെ വികസനത്തിന് ഗവൺമെന്റിന് വേണ്ടത്ര തുക വകയിരുത്താത്തതിനാലും റെയിൽവേ തൊഴിലാളികൾക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. റെയിൽവേയിൽ തൊഴിലാളികൾക്ക് നൽകുന്ന ബോണസിന് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് എന്നാണ് പറയുന്നത്, PLB, വരുമാനത്തിന് അനുസൃതമായ ബോണസ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ റെയിൽവേയുടെ വരുമാനം പല മടങ്ങ് വർദ്ധിച്ചിട്ടും ബോണസിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. പത്രങ്ങളിലും മാധ്യമങ്ങളിലും 78 ദിവസത്തെ ശമ്പളം ബോണസ് എന്ന് പറയുമെങ്കിലും 7,000 രൂപ മാസശമ്പളം സീലിംഗായി നിർണയിച്ചുകൊണ്ടുള്ള 78 ദിവസത്തെ ശമ്പളമാണ് ബോണസ് നൽകുന്നത്. ഫലത്തിൽ അത് 17,951 രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുന്നത്. റെയിൽവേയുടെ വരുമാനം 2.56 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. ട്രാഫിക്കിലാകട്ടെ അത് 35,214 കോടിയിൽ നിന്ന് 2021-22 നിന്ന് 2022-23 വരുമ്പോൾ അത് 63,300 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. റെയിൽവേ ഒരു പൊതുസേവന തുറയാണ്. ജനങ്ങൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന, രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നിന്ന് എവിടേക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള റെയിൽവേയിൽ ആ റെയിൽവേയുടെ വരുമാനത്തിനനുസൃതമായി നിരവധി വിഷമതകൾ അനുഭവിച്ചുകൊണ്ട് ഭീമമായ ഒഴിവുകൾ നിലനിൽക്കുന്നതുകൊണ്ട് കഠിനമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾ അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായി അവരുണ്ടാക്കുന്ന അവരുടെ വിയർപ്പിന്റെ ഫലമായ റെയിൽവേയുടെ വരുമാന വർധനയ്ക്ക് അനുസൃതമായിട്ടുള്ള ലാഭവിഹിതം നൽകുവാൻ റെയിൽവേ മാനേജ്മെന്റും റെയിൽവേ ഭരണകൂടവും ഇന്ത്യൻ ഭരണകൂടവും തയ്യാറാകേണ്ടതുണ്ട്. റെയിൽവേയിലെ വേറൊരു അവസ്ഥ, സുരക്ഷാ മേഖലയിലെ ഒഴിവുകൾ പോലും സമയബന്ധിതമായി നികത്തുന്നില്ല. റിട്ടയർമെന്റ് വേക്കൻസികൾ അതേപോലെ നിലനിൽക്കുകയാണ്. എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണം കടന്നു വരികയാണ്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ പോയാൽ ഒരു സ്ഥിരം തൊഴിലാളിയെ കണ്ടെത്തുക വിഷമകരമായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ റിട്ടയറായ ജീവനക്കാരെ പോലും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയും കോടിക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ജോലി എന്ന സ്വപ്നം ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ, റെയിൽവേ ജീവനക്കാരുടെ പെൻഷൻ പോലും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ന്യൂ പെൻഷൻ സ്കീം എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതിക്ക് ഇന്ന് അതിന് NPS എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് UPS എന്ന പേരിൽ പരിഷ്കരിച്ചെങ്കിലും തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, ഓൾഡ് പെൻഷൻ സ്കീം പ്രകാരമുള്ള പെൻഷൻ ലഭിക്കണമെന്ന തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായ ആവശ്യം ഗവൺമെന്റ് നിരാകരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്
ഏകദേശം 6 മാസത്തിന് മുമ്പ് നടന്ന ഹിതപരിശോധനയിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ദക്ഷിണ റെയിൽവേയിലെ അംഗീകാര സംഘടനയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ റെയിൽവേ ഭരണകൂടം ഒരു അംഗീകരിക്കപ്പെട്ട സംഘടനയ്ക്ക് ലഭിക്കേണ്ട ബ്രാഞ്ചുകൾ, ബ്രാഞ്ച് ഓഫീസുകൾ, മറ്റു സൗകര്യങ്ങൾ നൽകാതെ വളരെ തൊഴിലാളി ദ്രോഹപരമായും ആയുള്ള ഒരു നടപടി, തൊഴിലാളികളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കപ്പെട്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘടനയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ആ തൊഴിലാളികളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തുല്യമാണ്. അത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് നിലകൊള്ളുകയും അതിനെതിരെ ചെന്നൈയിലെ GM ഓഫീസ് ഉൾപ്പെടെയുള്ള റെയിൽവേ ഓഫീസുകളിലേക്ക് വലിയ തൊഴിലാളി മുന്നേറ്റങ്ങൾ, വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ തുടർന്ന് റെയിൽവേ അനുവർത്തിക്കുന്ന നിഷേധാത്മക നിലപാടുകളോട്, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിനോട്, പെൻഷൻ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിനോട്, സ്ഥിരം തൊഴിലാളികളെ നിയമിക്കാതെ കരാർ തൊഴിലാളികളെ നിയമിക്കുകയും അവരെ നിരന്തരം ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന നിലപാടുകളോട് സ്വീകരിക്കേണ്ട സമരത്തിന്റെ പുതിയ മാർഗങ്ങളെക്കുറിച്ച്, വിപുലമായ സമരങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കോൺഫറൻസാണ് 35ാം സോണൽ കോൺഫറൻസ്. ആ കോൺഫറൻസിന്റെ വിജയത്തിനായി മുഴുവൻ റെയിൽവേ തൊഴിലാളികളും അണിനിരക്കണമെന്നും 8-ാം തീയതി രാവിലെ 9 മണിക്ക് പെരമ്പൂരിൽ നടക്കുന്ന പ്രകടനത്തിൽ സദേൺ റെയിൽവേയിലെ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളും അണിനിരക്കണമെന്നും ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി സോണൽ വൈസ് പ്രസിഡന്റ് മാത്യു സിറിയക്.